ശിവോഹം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവായിരിക്കും. സാധാരണപ്പെട്ട ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ കണ്ണേറ്, നാവേറ്, ദൃഷ്ടിദോഷം, സകലവിധ ആഭിചാര ദോഷങ്ങളെല്ലാവരും നമ്മുടെ ശരീരത്തോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഏൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സറൗണ്ടിങ്സിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ, ടോക്സിക് എനർജിയെ ഡിസ്ട്രോയ് ചെയ്യും. ഒരിക്കലും നമ്മളിലേക്ക് വരില്ല. അങ്ങനെ വേണമെന്നുള്ളവരാണെങ്കിൽ ആദ്യം അവർ വിളിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ടത് ഒരു 7 ദിവസം അറ്റ്ലീസ്റ്റ് ഓം നമ ശിവായയോ ഓം ശിവോഹോ ജപിക്കുക. ഈശ്വരീയ ശക്തികളും നെഗറ്റീവ് എനർജി. ശ്രീജിത്ത്, കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഈ അമ്പലവും വിശ്വാസവും ഈശ്വരീയ വിശ്വാസത്തിൽ കൂടെ പോകുന്ന താങ്കൾ സ്വന്തമായിട്ട് പൂജാരിയാണ്. അതിലുപരി എന്താ പറയുക, നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്. അപ്പോൾ പല ദേവനെയും ഉപാസിക്കുന്ന താങ്കൾക്ക് ഒരു കാളി അമ്പലം തന്നെയുണ്ട് അല്ലേ? അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളെ നമ്മൾ എങ്ങനെയാണ് ഒരു ബോർഡർ ലൈൻ കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ നശിപ്പിക്കാതെ നമ്മൾ എങ്ങനെ തിരിച്ചുവിടാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിലോട്ട് വരിക എന്നുള്ളത് നിസ്സാര പരിപാടിയല്ല. 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ടോ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് നല്ലൊരു ഗുരുനാഥൻ വേണം എന്നുള്ളതാണ് സത്യം. ഗുരുനാഥൻ ഉണ്ടെങ്കിലാണ് നമ്മൾ എടുക്കുന്ന മന്ത്രത്തിനോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ജപത്തിനോ എന്താ പറയുക മെഡിറ്റേഷനും അതിൽ ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി ഉള്ള പോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ട്. പിന്നെ നമ്മളെ എങ്ങനെ അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളത് അത് നമ്മുടെ നിയോഗമാണ് സത്യത്തിൽ. കാരണം ഞാൻ ഒരിക്കലും ഇതിലോട്ട് എത്തിപ്പെടാൻ വിചാരിച്ച ഒരാളല്ല. ഞാൻ എനിക്ക് ഒരു 26-25 വയസ്സ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി. ഞാനൊരു ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ആളാണ്. പിന്നെ അമ്പലം വന്നത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി. ഞങ്ങളുടെ കുടുംബം അത്രയ്ക്കും ദുരിതപൂർണ്ണമായിട്ട് നടന്നിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളെ. അപ്പോൾ അവസാനം തീരാറായി, ഏകദേശം അവസാനമായി ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഒരു ഇതിലോട്ടായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശാന്തി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ഇങ്ങനെ ഒരു ഭഗവതി ഉണ്ടായിരുന്നു, അവിടെ ഒരു ശക്തി ഉണ്ട്, അപ്പോൾ അവരെ തിരിച്ച് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു ഇതിൽ വന്നു. അതുപോലെ ഞങ്ങൾ 1 വർഷം സമയം തന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നിസ്സാര പരിപാടി എല്ലാം പോലെ വരിക എന്നുള്ളത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. കാരണം അമ്പലത്തിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. പിന്നെ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഭഗവതിയുടെ അമ്പലത്തിലാണ് പോയത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി 2 മാസം കൂടി ഉണ്ട്, 2 മാസത്തിനുള്ളിൽ അമ്പലം പണിയുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അവിടുത്തെ ഭഗവതിയുടെ അടുത്ത് അതൊന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഭഗവതിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി. പക്ഷേ വീട്ടിലെത്തി ആ ഒരു 2 മാസത്തിനുള്ളിൽ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ തറക്ക് കല്ലിട്ടു. അങ്ങനെ അമ്പലത്തിൻ്റെ പണി തുടങ്ങി. തന്ത്രിമാരും ഇവരൊക്കെ 1 വർഷത്തിനുള്ളിൽ അവർ വന്നു, പൂജ തുടങ്ങി, അവിടെ പ്രതിഷ്ഠ നടത്തി പോയി. പക്ഷേ ആ 1 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ എങ്ങനെയാണോ കൊണ്ടു കിടന്നത് ആ അവസ്ഥ തന്നെ, യാതൊരു മാറ്റമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭഗവതി ആട്ടത്തിൽ വരും, തുള്ളലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ആട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഭഗവതി പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ ഒരാളുടെ പൂജയാണ് എനിക്ക് വേണ്ടത്, എനിക്ക് പുറത്തുനിന്നുള്ള ആരുടെയും പൂജ എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. കാരണം അവർ ആത്മാർത്ഥമായിട്ടല്ല ചെയ്യുന്നത്, അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പൂജയിലോട്ട് വന്നത്. ഇപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായില്ല, ഞാൻ അത്രയും വലിയ വിശ്വാസമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാൻ 43 ദിവസം വ്രതം എടുത്തു, ഭദ്രകാളിയുടെ സഹസ്രനാമം ചൊല്ലി, രാപകലില്ലാണ്ട് ഞാൻ വേറൊരു വർക്കിനും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ 43 ദിവസത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു നല്ലൊരു ഗുരുനാഥന ഞാൻ പോലും അറിയാതെ എനിക്ക് തന്നെ വന്ന് കിട്ടി. അങ്ങനെ എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങോട്ട് പറഞ്ഞു. കാരണം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, നേരിട്ട് കാണാതെ തന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പുത്രന് വീട്ടിലൊരു ഒരു അമ്പലമുണ്ട്, അമ്പലം ഇത്ര പ്രതിഷ്ഠയുണ്ട്, പക്ഷേ ഈ പ്രതിഷ്ഠയ്ക്കൊന്നും നേരാവണ്ണം വിളക്കില്ല, അവരെ കുളിപ്പിക്കുന്നില്ല, നേദ്യം കൊടുക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്പലം എത്രത്തോളം ഭംഗിയായി പോകുന്നു അത്രയും ഭംഗിയായിരിക്കും നിങ്ങളുടെ കുടുംബം പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതേ പിന്നെ ഞാൻ പതുക്കെ ഇതിലോട്ട് ഇറങ്ങി. ഏറ്റവും ഫസ്റ്റ് കുറച്ച് കാലത്തേക്ക് അവിടെ അതിൻ്റെ ഗുരുനാഥൻ തന്നെ എനിക്ക് മന്ത്രങ്ങൾ തന്നു. ആ മന്ത്രം ചൊല്ലി പതുക്കെ അതിലോട്ടായി. പിന്നെ നോൺ വെജും കാര്യങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇത്ര നാളും ഇഷ്ടത്തിനാണ് പോയത്. അപ്പോൾ പിന്നെ അതൊക്കെ മാറ്റി ഇതിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പതുക്കെ ഞാൻ ഇറങ്ങി. അപ്പോഴെനിക്ക് വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് പതുക്കെ വിശ്വാസം വരുത്തി. കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും. മീൻസ് ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ട് അതുവരെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, ഇന്ന സ്ഥലത്ത് പോയി എൻ്റെ അടുത്ത് പറയേണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് എനിക്ക് പതുക്കെ വിശ്വാസം വന്നത്, ശരിക്കും ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള കേസ്. അപ്പോൾ അതിൽ ഞാൻ പതുക്കെ ഇതിലോട്ട് ഇറങ്ങി.
പിന്നെ എൻ്റെ ഗുരുനാഥനെ പോലെ തന്നെ എനിക്ക് ആവണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ആവണമെന്ന് നിസ്സാര പരിപാടി അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ത്യാഗം ചെയ്യണം. കാരണം എൻ്റെ കൂട്ടുകാരന്മാർ, അതായത് എനിക്ക് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എനിക്ക് ഒരു ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക്കലി, കാരണം ഞാൻ ഇതിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക്കലി അവർ പോയി. ഇഷ്ടമുള്ള ഭക്ഷണം എന്താണോ അത് മാറ്റിയോ. കാരണം ഞാൻ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന പണ്ടിട്ടാ, ഇപ്പോഴല്ല. നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് മാറ്റണം എന്ന് പറഞ്ഞു. അത് പതുക്കെ അതിലോട്ട്, പക്ഷേ പെട്ടെന്ന് അത് മാറ്റാം. കാരണം ഞാൻ ഈ വ്രതം എടുക്കുന്ന ടൈമൊക്കെ ആയി കഴിഞ്ഞു കറക്റ്റായിട്ട് കൂട്ടുകാരന്മാർ വിളിച്ചിട്ട് പുറത്ത് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം നോൺ വെജ് ആയിരിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പരീക്ഷണം ഉണ്ടാവും, അത് എത്രത്തോളം നീ പവറാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും നോൺ വെജ് ആണ് എല്ലാവരും. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അവർ ഭക്ഷണം കഴിച്ചു, ഞാൻ അതുപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ ഇതിലോട്ടുള്ളൊരു വഴിയാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അത് പിന്നെ ധ്യാനം, മെഡിറ്റേഷൻ കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട് പിന്നെ മന്ത്രജപം കാര്യങ്ങൾ അങ്ങനെ പോയി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക, കണ്ണീർന്ന് അവരെ കിട്ടിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ സാധാരണ പണ്ട് ആൾക്കാർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമുളകൊക്കെ ഒഴിഞ്ഞിടുക എന്നുള്ളതാണ്. പക്ഷേ ഇത് മന്ത്രത്താൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മന്ത്രങ്ങളും കാര്യങ്ങളും, പക്ഷെ മന്ത്രത്താൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഡനായിട്ടുള്ള ആക്ഷൻ കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മന്ത്രത്തിൻ്റെ ശക്തി എത്രയുണ്ടെന്നും. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി വേണ്ടത് ധ്യാനമാണ്, മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ശക്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ പതുക്കെ മെഡിറ്റേഷൻ തുടങ്ങി, ഏകാഗ്രത പതുക്കെ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, നെഗറ്റീവ് സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ദിവസത്തെ ത്യാഗമല്ല ശരിക്കും. ഇപ്പോൾ ഞാനെന്നല്ല, ഏതൊരു ഉപാസകനായാലും ഏതൊരു തന്ത്രിയായാലും ഏതൊരു പൂജാരിയായാലും നല്ലൊരു ഉപാസകനാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ട് നമുക്ക് ഈ പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എന്താ പറയുക, വിശ്വാസമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർ വിചാരിക്കുന്നത് ശരിക്കും, എൻ്റെ അറിവില്ല, എൻ്റെ കൂട്ടുകാരന്മാർ കുറേ പേരുണ്ട്, ഇവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട്. അതായത് കൈയും കാലൊടിഞ്ഞ ആൾക്കാർ, ഇവരെന്താ ദൈവം രക്ഷിക്കാത്തതെന്ന് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എപ്പോഴെങ്കിലും അവിടെ ഇരിക്കുന്ന ദൈവത്തിന് വിളിക്കാറുണ്ട്. കാരണം ഇവർ വന്ന ആൾക്കാരുടെ അടുത്ത് പൈസ മേടിക്കും, മീൻസ് പൈസ തരും കൈയും കാലിനാണ്. പക്ഷേ ഇവർ അവിടെ ഇരിക്കുന്ന ദൈവത്തിന് ചിലപ്പോൾ വിളിക്കണ്ടാവില്ല. ദൈവത്തിന് വിളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ത്യാഗം ചെയ്യണം, ജപം വേണം. കുളിച്ചില്ലെങ്കിലും പോട്ടെ, അത് ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അത് ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സ്, ശരീരം ഇതെപ്പോഴും ശുദ്ധമായിട്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലെവലോട്ട് എത്താൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഈ പോസ്റ്റ്, അതായത് ഈ എനർജീനെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ എനർജി ഉണ്ട്, ആ എനർജിക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് ശരിക്കും മനസ്സിലാക്കുന്നത്. ഒരാളെ നന്നാക്കാനും ഒരാളെ നശിപ്പിക്കാനും കൊല്ലാനും എല്ലാത്തിനും ആ എനർജിക്ക് പറ്റും. അതാണ് എനിക്ക് ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ശിവോഹം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവായിരിക്കും. സാധാരണപ്പെട്ട ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ കണ്ണേറ്, നാവേറ്, ദൃഷ്ടിദോഷം, സകലവിധ ആഭിചാര ദോഷങ്ങളെല്ലാനും ഈ സാധനം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഏൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും. ഇത് ഒരു മന്ത്രദീക്ഷയിലൂടെയാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിൽ എത്തിപ്പെടാൻ സാധിക്കില്ല. എന്നാലും എന്താ പറയുക, അതനുസരിച്ച് മെഡിറ്റേഷനും ജപവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ ഗുണമാണ്. സാധാരണക്കാർക്കും ഇത് പറ്റും, എന്നാലും ബെറ്റർ ആണത്. ശ്രീത്ത്, അതുപോലെ ഈ ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതായത് ഇതിനകത്തൊരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കഴിഞ്ഞ നിരവധി ദിവസങ്ങളായിട്ട് ഒരു ദിവസം 200, 250, 300 കോൾസാണ്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാരും പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരെ റാൻഡംലി ഞാൻ പിക്ക് ചെയ്തിട്ട് അവർക്ക് യോഗം ഉണ്ടെങ്കിലാണ് ഞാൻ അവർ അതിലേക്ക് എത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മുജ്ജന്മ ഭാഗ്യമോ അല്ലെങ്കിൽ ഉപാസനയുള്ളവർക്ക് 100% എത്താൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കടുത്ത മഹാദേവന്റെ ആരാധന, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ഉപാസകനായിരിക്കും, അല്ലെങ്കിൽ ജപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്രിയായോഗം, എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ 100% അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചെയ്തതിൽ പല ആൾക്കാരും പറയുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ആ പ്രൊസീജിയർ തുടങ്ങി സെക്കൻഡ് ഡേ മുതൽ അവർക്ക് ഇവിടെ ഫ്രിക്ഷൻ വരുന്നുണ്ട്. അതായത് സഹസ്രാരത്തിലും ആജ്ഞാചക്രത്തിലും വരുന്ന ഫ്രിക്ഷൻസ് സ്വാഭാവികമായിട്ടും അവരുടെ ബോഡിയുടെ എനർജി ഒരു എന്താ പറയുക ലൈനപ്പിലേക്ക് കൊണ്ടുവരാന്നുള്ള ഫസ്റ്റ് പ്രൊസീജിയർ. അതെ, അപ്പോൾ ആൾക്കാർക്ക് എനർജി കൂടുന്നുണ്ട്. പലരും പല പല പോസിറ്റീവ് അനുഭവങ്ങളാണ് വിളിച്ച് പറയുന്നത്. കാനഡയിൽ നിന്നൊക്കെ ഒത്തിരി കോൾസാണ്. അപ്പോൾ ഇവരെല്ലാം പറയുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 days 3 days കൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ചേഞ്ചസ്. സ്വാഭാവികമായിട്ടും സറൗണ്ടിങ്സിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ, ടോക്സിക് എനർജിയെ ഇവൻ ഡിസ്ട്രോയ് ചെയ്യും. ഒരിക്കലും നമ്മളിലേക്ക് വരില്ല. പിന്നെ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാൻ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് എത്തുമ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ ഒരു ചിരിച്ചുകൊണ്ട് പോകും. അതാണ് ഈ പറയുന്ന അതിൻ്റെ ഒരു പ്രത്യേകത. ശിവോഹം എന്ന് പറയുന്ന ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മഹാദേവൻ്റെ വലിയൊരു കവചമാണ്. ഇതെല്ലാവർക്കും കിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവരാണെങ്കിൽ ആദ്യം അവർ വിളിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ടത് ഒരു 7 ദിവസം
അറ്റ്ലീസ്റ്റ് ഓം നമ ശിവായയോ ഓം ശിവോഹോ ജപിക്കുക. ജപിക്കുമ്പോൾ അവർക്ക് ഒരു എനർജി ലൈനപ്പ് വരും. എന്നിട്ട് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വരെ ഇതിലേക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ള 3 പ്രൊസീജിയർ അവർക്ക് ഈസി ആയിരിക്കും. ലാസ്റ്റ് കിട്ടുന്ന സിംബോളിക് ആണെങ്കിലും ആ പ്രൊട്ടക്ഷൻ രാത്രിയും പകലും ഇടുന്ന പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ ആൾക്കാരും അത് കൺസീവ് ചെയ്യുന്ന രീതി തികച്ചും ഡിഫറെൻ്റ് ആണ്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി, അവർക്ക് യോഗമുണ്ടെങ്കിലേ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആരുമല്ല, നമ്മളൊരു ഈശ്വരൻ്റെ യൂണിവേഴ്സിൻ്റെ ചെറിയൊരു ഭാഗമാണ്, ചെറിയൊരു ചാനലാണ്. ചെറിയൊരു ദിവസം, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീത് പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തിന് പുറമേ ഇരിക്കുന്ന ആൾക്കാർ ഭിക്ഷ യാചിച്ചിരിക്കുന്നത്, ഇത് പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന അവരുടെ ഫലങ്ങളാണ്. പൂർവ്വജന്മത്തിൽ അവർ ചെയ്ത ദുഷ്കർമ്മങ്ങൾ കൊണ്ടും പല സംഭവങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ അവർ ഇങ്ങനെ അനുഭവിച്ച് അടുത്ത തലങ്ങളിലേക്ക് പോകാൻ അവർ സ്വയം തിരഞ്ഞെടുത്ത് വന്ന ജന്മങ്ങളാണ്. അതിപ്പോൾ നമ്മളും സ്വയം തിരഞ്ഞെടുത്താണ് വരുന്നത്. പക്ഷേ നമ്മളുടെ എന്താ പറയുക, കർമ്മങ്ങൾ വേറെ പലതുമായിരിക്കും. ചിലപ്പോൾ അച്ഛനും അമ്മയെ സെലക്ട് ചെയ്യുന്നത് നമ്മളാണല്ലോ. സെലക്ട് ചെയ്ത് ഒരു ജന്മം എടുത്ത് ഇവിടെ വന്ന് പല ജന്മങ്ങൾ, പല സംഭവങ്ങൾ അനുഭവിച്ച് അടുത്ത തലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊരു ദൈവ നിയോഗമാണ്. അപ്പോൾ മനുഷ്യ ജന്മത്തിൽ ഇവിടെ ഉള്ള സമയങ്ങളിൽ, എസ്പെഷ്യലി ഈ പറയുന്ന കലികാല സമയങ്ങളിൽ ഉണ്ടാകുന്ന വിദ്വേഷങ്ങളും അല്ലാതെ വരുന്ന അസൂയകളും അല്ലാതെ കണ്ണേറ്, ഇങ്ങനെ ഈ പറയുന്ന എന്ത് സംഭവങ്ങൾക്കും ശിവോഹം അർഹിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതൊരു 2-3 തലമുറ അവരെ പൂർണ്ണമായിട്ടും കാത്തുകൊള്ളും എന്നുള്ളതാണ് ഒരു വിശ്വാസം. എല്ലാ ഗുരു പരമ്പരയിൽ നിൽക്കുന്ന ഗുരുവര്യന്മാരും ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്ത് മഹാദേവനെ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവർക്കും ഇത് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ എല്ലാവർക്കും കിട്ടുമെന്ന് വെച്ചാൽ അറിയില്ല. സന്തോഷം, നന്ദി, നമസ്കാരം.